عن ابن عمر رضي الله عنهما أن زيد بن عمرو بن نفيل خرج إلى الشام يسأل عن الدين ويتبعه. സത്യമാർഗം ഏതാണ് എന്നറിഞ്ഞ് അള്ളാഹുവിന് ആരാധന ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ട സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്നവരുടെ കഥ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ഫലഖിയ ആലിമൻ മിനൽ യഹൂദ്, ജൂതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനെ കണ്ടുമുട്ടി. മഹാനായ സയ്യിദ് ബിൻ അംർ എന്നവരെ ലഖിയ ആലിമൻ മിനൽ യഹൂദ് ഫസഅലഹു അൻ ദീനിഹിം, അവരോട് ചോദിച്ചു നിങ്ങളുടെ മതം എന്താണ്? മുസനബിയുടെ അനുയായികളാണെന്ന് പറയുന്നവർ. ഇന്നി ലഅല്ലി അൻ അദീന ബിദീനികും ഫഖ്ബിർനി, നിങ്ങളൊരു പണ്ഡിതനല്ലയോ? എന്താണ് ആരാധന? എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. ഇതിനുത്തരം നൽകാൻ അള്ളാഹുവിന്റെ ദീനിനെ കഴിയുള്ളൂ. എന്തിനാണ്? വൈ ആർ വി ഹിയർ? എന്തിന് നമ്മളിവിടെ വന്നു? ആര് നമ്മളെ പടച്ചു? നമ്മൾ 10, 70, 80 അതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും. ഈ ഒരു കൊച്ചു യാത്ര നമ്മൾ എന്തിനിവിടെ നടത്തുന്നു? നല്ല ബുദ്ധി പടച്ചവൻ തന്നു, എല്ലാവിധ കഴിവും തന്നു. എന്നിട്ട് ഇവിടെ കുറെ ആൾക്കാർ നല്ലത് ചെയ്യുന്നു, കുറെ ആളുകൾ തിന്മ ചെയ്യുന്നു. ഇതിനൊന്നും ഒരു രക്ഷയും ശിക്ഷയും ഒന്നുമില്ലാണ്ട് എല്ലാവരും മണ്ണിൽ പോയാൽ തീരോ? നീതി എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ടേ? മനുഷ്യബുദ്ധിയുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിതൊക്കെ. ദ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ലൈഫ്. ഇതിനാരുത്തരം പറയും? അല്ലാഹുവിന്റെ ദീൻ. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാനും അതിനനുസൃതമായി നിങ്ങൾക്ക് പ്രതിഫലവും ശിക്ഷയും നൽകപ്പെടാനും ഞാൻ എൻ്റെ സൃഷ്ടികളായി പടച്ചതാണ് നിങ്ങളെയെന്ന് സർവശക്തനായ അല്ലാഹു, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ശുദ്ധ ഖുർആനിലൂടെ ജൂതപണ്ഡിതനോട് ചോദിക്കുന്നു. ജൂതപണ്ഡിതന്റെ മറുപടി, ഞങ്ങളുടെ കൂടെ കൂടരുത് സയ്യിദ് ഇബ്നു അംറേ, ലാ തകൂനു അലാ ദീനിനാ ഹത്താ തഅഖുദ ബിനസീബിക മിൻ ഗളബില്ലാഹ്. അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടും ഞങ്ങളുടെ കൂടെ കൂടിയാൽ. അവർക്കറിയാം അവർ ചെയ്തിരുന്ന തിന്മകളായിരുന്നു അന്നത്തെ ജൂതന്മാർ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയാൽ ഹത്താ തഅഖുദ ബിനസീബിക മിൻ ഗളബില്ലാഹ്, അല്ലാഹുവിൻ്റെ കോപം, പടച്ചതമ്പുരാന്റെ ദേഷ്യം ഇതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിയാൽ കിട്ടുന്നത്. ഈ സംഭവം ജൂതപണ്ഡിതനുമായി അദ്ദേഹം ഡിസ്കഷൻ നടത്തുമ്പോൾ നബി ഞങ്ങൾ മക്കയിൽ നബിയായി നുബുവത്ത് ലഭിച്ചിട്ടുണ്ട്. ആ വർഷം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് മക്കയിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് എത്തിയതാണ്. മാ അഫിറു ഇല്ലാ മിൻ ഗളബില്ലാഹ്, നിങ്ങളുടെ കൂടെ ഞാൻ കൂടി അള്ളാഹുവിൻ്റെ കോപം കിട്ടുകയാണെങ്കിൽ എനിക്കെന്തിന്? ഞാൻ ഓടുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ. വലാ അഹ്മിലു മിൻ ഗളബില്ലാഹി ഷൈഅൻ അബദാ, ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപം താങ്ങാൻ എന്നെ കൊണ്ടാവില്ല എന്ന് മഹാനായ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. നമ്മൾ ആലോചിക്കണം, ഈ ഒരു മഹാനുഭാവന്റെ ചിന്തയുടെ പ്രസക്തി. നമ്മൾ ഇന്ന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, വിഷ്വൽ മീഡിയയുണ്ട്, വായിക്കാൻ യഥേഷ്ടം പുസ്തകങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട് ലോകത്ത്. അറിവ് നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും നമ്മുടെ മൊബൈൽ ഫോണിലടക്കം അറിവുകൾ വരാനുള്ള വഴികളുണ്ട്. എന്നിട്ട് പടച്ചതമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞ് ആദ്യമേ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അന്വേഷണം നടത്തുന്ന യുക്തിവാദികളും പടച്ചവന്റെ അസ്തിത്വത്തെ അന്വേഷിക്കുന്ന സ്വതന്ത്രവാദികളുണ്ടോ?
അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരിന്ന് ലോകത്തുണ്ട്? ഇങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് ഭോഗിച്ച് സുഖിച്ച് ജീവിച്ച് മരിക്കണമെന്നതിനപ്പുറം ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നമ്മൾ എന്തിനിവിടെ വന്നു? ഈ ചോദ്യത്തിനുത്തരം കണ്ടെത്താൻ വേണ്ടി മഹാനായ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ തങ്ങൾ നടത്തിയ യാത്രയാണിത്. ഫഹൽ തദുല്ലുനി അലാ ഗൈരിഹി ഫഹൽ തദുല്ലുനി അലാ ഗൈരിഹി. ഈ ജൂതനെ കണ്ടതിന് ശേഷം മഹാനവറുകൾ ചോദിച്ചു, എനിക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു ആശ്രയമുണ്ട് എന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ഞാൻ എവിടെയാണ് പോകേണ്ടത്? നോക്കണം, കുട്ടികളും മക്കളൊക്കെ ഉള്ളൊരു മനുഷ്യൻ യാത്ര പോവുകയാണ്. കച്ചവടത്തിനല്ലേ പോകുന്നത്, ജോലി ചെയ്യാനും അല്ലേ പോകുന്നത്. സത്യം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അന്ന് ആ മനുഷ്യൻ്റെ തലയിലുദിച്ച ഒരു ചിന്തയാണിത്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ മിനിമം ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ മിനിമം എന്തെങ്കിലും സാധനം വാങ്ങിക്കാനല്ലേ പോകുന്നുള്ളൂ. എന്നാൽ അവിടെ കോഴിക്കോട് പറ്റുമോ? വല്ല ആലിമിനും കാണുമോ, വല്ല പണ്ഡിതനും കാണുമോ, ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടുമോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുമോ? നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ എന്തെങ്കിലും സാധനം മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകൾ, അതാണ് നമ്മളെ നയിച്ചുകൂടി. അതിനാണ് നമ്മൾ ഓടുന്നത്. റോഡ് മുഴുവൻ വണ്ടികൾ ഒഴുകുന്നത് മനുഷ്യൻ്റെ ഈ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയുള്ള ഓട്ടമാണ്. അതിൽ ബഹുഭൂരിഭാഗവും ഉണ്ടാകും. സിയാറത്തിനും നന്മക്കും പഠിക്കാനും അറിവിനും ഒക്കെ നടക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പ്രപഞ്ചം ആര് പടച്ചു എന്ന് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ചോദിക്കുന്നില്ല. സയൻസ് പഠിക്കുന്നുണ്ട്, ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ലാബ്സ് നമ്മുടെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സെൽ വിഭജനത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരുപാട് എക്സ്പ്ലോഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എലമെൻസുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കോമ്പോണൻസ്, ആറ്റത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതാര് പടച്ചു എന്ന ഒരൊറ്റ ചോദ്യം മാത്രം ഒരു കോളേജിലും സ്കൂളിലും ചോദിക്കൂല. അത് ഇസ്ലാമിക് തിയോളജി ഉണ്ടോ അവിടെ ചോദിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരമാണ് അല്ലാഹു ജല്ല ജലാലുഹു, അല്ലെങ്കിൽ സർവേശ്വരനാണ് അല്ലാഹു. നീ ഏത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കണ്ടേ? അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അറിവല്ലയോ? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങളങ്ങനെ സ്വയം ഉണ്ടായതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആന്റെ ചോദ്യം. അത് 21-ാം നൂറ്റാണ്ടിലെ യുക്തിവാദിയോടും ഖുർആൻ അതന്നെ ചോദിക്കുക. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, had they been created by nothing, ഒന്നുമില്ലാതെ ഉണ്ടായതാണ് അവരെന്ന് വിചാരിക്കുന്നുണ്ടോ അവർ? അം ഹുമുൽ ഖാലിഖൂൻ, or isn't it them who created themselves? അവർ തന്നെയാണോ അവരെ പടച്ചത്? അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങൾ തന്നെയാണോ നിങ്ങളെ പഠിച്ചത്? നമ്മളാണോ നമ്മളെ പഠിച്ചത്? ആണോ? നമ്മളാണോ നമ്മളെ പഠിച്ചത്? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റേണ്ടിയിരുന്നു. അതും തീരുമാനിക്കാൻ പറ്റിയില്ല. അള്ളാഹ് തീരുമാനിച്ച ഭൂമിയിലേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നതും നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. അപ്പൊ ഇത് രണ്ടും അല്ല എങ്കിൽ മൂന്നാമതൊരാൾ ഉണ്ടാക്കി എന്നല്ല എൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളത്, വലിയ സംഭവം എന്നല്ല. യുക്തിവാദി എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്ന കാര്യം. നിങ്ങളാണോ നിങ്ങളുണ്ടാക്കിയത്? അല്ല. ഒന്നുമില്ലാണ്ട് ഉണ്ടാവാൻ പറ്റുമോ? അതുമില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് മെത്തേഡിലൂടെയാണ്. ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു സബബ് വേണം. ഇതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് തിയറി എന്ന് പറയാം. ഇതാണ് സയൻസ്. ഒന്നുമില്ലാണ്ട് ഉണ്ടായി എന്ന് പറയുന്നത് സയൻസ് തന്നെയല്ല. പിന്നെങ്കിൽ അവർ ശാസ്ത്രം പറയാം. ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കാൻ അവർക്ക് അർഹത ഉണ്ടോ? ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ, വെറുതെ ഉണ്ടായി എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ആൻസർ അല്ലല്ലോ. ശാസ്ത്രീയമായ ആൻസർ എന്ന് പറഞ്ഞത് for me and you and everything around us there should be a reason. അള്ളാന്റെ വടപ്പുകളല്ലേ നമ്മളൊക്കെ. ഇതിന്റെ സൃഷ്ടി ആര് നടത്തി? കാരണമേതാണ്? അല്ലാഹു ജല്ല ജലാലുഹു അതിനുത്തരം നൽകുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. ഫഹൽ തദുല്ലുനി അലാ ഗൈരി. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ചോദിച്ചു ജൂത പണ്ഡിതനോട്, എന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ? അപ്പൊ ജൂതന്റെ മറുപടി, മാ അലമുഹു ഇല്ലാ അൻ യകൂന ഹനീഫാ. ഹനീഫായ ഒരു നേർമാർഗമുണ്ട്, സച്ചരിതമായി ഒഴുകുന്ന ഒരു നേരായ വഴിയുണ്ട്. ആ വഴിയിൽ കടന്നാൽ മാത്രമേ
സെയ്ദ് ഇബ്നു അംറേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് ഇബ്നു അംർ എന്നവർ ചോദിച്ചു, വമൽ ഹനീഫ്, ഏതാണ് ആ നേരായ മാർഗം? ദീനു ഇബ്രാഹീം, അത് ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ മതമാണ്. ലം യകുൻ യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, ഇബ്രാഹീം നബി ജൂതനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല. വലാ യഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്, നബിയാണ്, പ്രവാചകനാണ് ഖലീലുർ റഹ്മാൻ ഇബ്രാഹീം അലൈഹിസ്സലാം. എന്നാ ശരി എന്ന് പറഞ്ഞ് മഹാനായ സെയ്ദ് എന്നവര് ജൂത പണ്ഡിതന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോന്നു. മക്കയിൽ നിന്ന് യാത്ര പോയതാ, മിനിമം 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം ഷാമിലേക്ക് എത്തണമെങ്കിൽ. 1500 കിലോമീറ്റർ മരുഭൂമിയിൽ. നമ്മളെ കേരളം പോലുള്ള നാടാണെങ്കിൽ ഇടയ്ക്കൊരു മരത്തിൻ്റെ താഴെങ്കിലും തണൽ കിട്ടും. മരുഭൂമിയിൽ എന്ത് കിട്ടാനാ? വല്ല മുൾച്ചെടിയോ കൽച്ചെടിയോ ഉണ്ടെന്നല്ലാണ്ട് എന്തുണ്ട് മരുഭൂമിയിൽ? വെള്ളം പോലും കിട്ടൂല. അങ്ങനെ ചെയ്തൊരു യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ നിന്നൊരു ഇന്നോവയും സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടെ നമ്മൾ എവിടേക്കെങ്കിലും, ഇനി നമ്മൾ ഏർവാടി വരെ പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അജ്മീർ വരെ യാത്ര ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മൾ സിയാറത്തിന് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ യാത്രയുടെ പ്രയാസം എന്നിട്ടെത്രയാ? ഇങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് ചെയ്യുന്നൊരു യാത്രയുടെ ദുരിതം എത്രയായിരിക്കും? അത് എന്തിനു പോകുന്നു? അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം കാലാവസ്ഥ ചൂടുള്ള സമയമാണെന്നറിയാം. ഇപ്പോൾ മഴ കിട്ടുന്നപ്പോൾ ദുബൈയിലാണ്. ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അവിടെ. നാട്ടിൽ കിട്ടേണ്ട മഴയാണ്, ഇപ്പോൾ വഴിമാറി ഓടുകയാണെന്ന് തോന്നുന്നു. അല്ലാഹു അലം. ഒരു ഹദീസുണ്ട്, ലാ തഖൂമു സ്സാഅ ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറ. അറബ് നാടുകൾ പച്ചപ്പ് നിറഞ്ഞ് പുഴകൾ ഒഴുകുന്നവരെ, അങ്ങനെ ആയിത്തീരുന്നവരെ, ഹത്താ തഊദ, മുമ്പ് അങ്ങനെ ആയിരുന്നു അതുപോലെ അറബ് രാജ്യങ്ങൾ. മുമ്പ് മരുഭൂമി ആയിരുന്നില്ല എന്നാ, നൂറ്റാണ്ടുകൾക്ക്, മില്യനീസ് മുമ്പ്. പക്ഷേ ഇനി അത് പച്ചപ്പിലേക്ക് തിരിച്ചു വരും. സമൃദ്ധമായ മഴ കിട്ടും, പച്ചപ്പുകളും മരങ്ങളും കൊണ്ട് നിറയും. ലാ തഖൂമു സ്സാഅ ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറ. അങ്ങനെ ഒരു ഹദീസുണ്ട് നബി തങ്ങളുടെ. അറബ് നാടുകൾ പച്ചപ്പ് കൊണ്ട് നിറയുന്നവരെ, അവിടെ പുഴകളൊഴുകും, നദികളൊഴുകും. അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ചില കാരണങ്ങളൊക്കെ ആയിരിക്കും, അല്ലാഹു അലം. ഇരിക്കട്ടെ, നമ്മൾ ഈ ചൂടത്തോടെ ഇരിക്കുന്നത് ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കട്ടെ. നമുക്ക് ഈമാനുള്ളവരാണ്, പക്ഷെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അങ്ങനെയാണ്. ഈമാൻ ഇല്ലാത്തവർ അത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അബസ വച്ചവല്ല സൂറ ഇറങ്ങുന്ന പശ്ചാത്തലം അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. ഖുറൈശികൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, ഞങ്ങൾക്ക് മാത്രമായി നിങ്ങളൊരു ക്ലാസ് എടുത്തു തന്നാൽ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, ഞങ്ങളുടെ സദസ്സിലേക്ക് അടിമകൾ വരരുത്, മുടന്തന്മാർ വരരുത്, കണ്ണു കാണാത്തവർ വരരുത്, കീറിപ്പറഞ്ഞ വസ്ത്രട്ടവരൊന്നും ഞങ്ങളുടെ സദസ്സിൽ പറ്റില്ല. ഞങ്ങൾക്ക് മാത്രമായി ഒരു VIP സദസ്സ്, ഒരു ക്ലാസ് നിങ്ങൾ തന്നാൽ ഞങ്ങൾ കേട്ടോളാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ സുബ്ഹിക്ക് വാങ്ക് വിളിക്കുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കണ്ണു കാണാത്ത സ്വഹാബി, അബ്ദുല്ലാഹ് എന്ന പേര്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം, യാ മുഹമ്മദു യാ റസൂലല്ലാഹി ഐന മജ്ലിസി, മുഹമ്മദ് നബിയെ എൻ്റെ സീറ്റ് എവിടെയാണ്, എൻ്റെ സീറ്റ് എവിടെയാണ് എന്ന് ചോദിച്ച്, അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അറിയിച്ചു തന്നത് എനിക്ക് പറഞ്ഞു തരേണമേ എന്ന് നബി തങ്ങളോട് ചോദിച്ചു വന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്നവർ സദസ്സിലേക്ക് വന്നപ്പോൾ അബസ വതവല്ല, അവര് മുഖം ചുളിച്ചു, അവര് മുഖം തിരിച്ചു.
അങ്ങനെ പറഞ്ഞു. നബി തങ്ങളോട് നേരിട്ട് നബിയെ നിങ്ങൾ മുഖം ചൊലിച്ചു, നിങ്ങൾ മുഖം തിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അബസ്ത എന്നാണ് പറയാ. അബസ, അവര് മുഖം ചൊലിച്ചു. ചെറിയൊരു വിമ്മിഷ്ടം. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? ആ മുഖം ചുളിച്ചത് ഈ വന്ന ആള് കണ്ടോ? അങ്ങനെ കാണാനാ? കണ്ണു കാണാത്ത ആളല്ലേ, മൂപ്പര് കണ്ടിട്ടില്ല. പിന്നെ ആരാ അവിടെ ഉള്ളത്? ഖുറൈശികളാണ്. അവർക്ക് ഇത് വലിയ വിഷയമൊന്നുമല്ല. തങ്ങൾ മുഖം ചൊലിച്ചു, കണ്ണു കാണാത്ത ആ മഹാനത് കണ്ടില്ല. പക്ഷെ ആര് കണ്ടു? അല്ലാഹു ജല്ല ജലാലുഹു. അതിലും വലിയ അത്ഭുതം, ഇത് നബി തങ്ങൾ അള്ള തിരുത്തുകയാണ്. നബിയെ, ഈ ഖുറൈശികളെ മൈൻഡ് ചെയ്യേണ്ടതില്ലായിരുന്നു, നിങ്ങൾ പരിഗണിക്കേണ്ടത് കണ്ണു കാണാത്ത ഈ മനുഷ്യനെയായിരുന്നു എന്ന് നബിയെ തിരുത്തുന്ന സൂറത്ത് നബി തങ്ങൾ നമുക്ക് ഓതിത്തന്നു. ഖിയാമത്ത് നാൾ വരെ പിന്നെ ഓതാണ്. അബസ, ആ മുഖം ചൊലിച്ചത് ആരും അറിഞ്ഞില്ലായിരുന്നു. ഖുർആൻ അങ്ങ് ഇറങ്ങിയതോടുകൂടെ ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും ഈ ചരിത്രം പഠിക്കും. നബി തങ്ങൾ സത്യസന്ധത കാണിച്ചു എന്നതിൻ്റെ വലിയ അടയാളങ്ങളിലൊന്ന് ഈ സൂറയാണ്. ഇതങ്ങ് പൂഴ്ത്തി വെച്ച ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞെന്നാലല്ലേ ഖുർആൻ ഉണ്ടെന്ന് അറിയുള്ളൂ. ഇനി തങ്ങളും നിസ്കാരത്തിൽ ഓതുക. ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും. തങ്ങൾ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ. സഹാബികൾ വേക്കുന്ന കേൾക്കുക. ആരെ പറ്റി പറയണത്? തങ്ങളെ പറ്റി. അങ്ങ് മുഖം ചൊളിച്ചല്ലേ, അങ്ങ് മുഖം തിരിച്ചുവല്ലേ. അൻ ജാഅഹുൽ അഅ്മാ, ആ കണ്ണു കാണാത്ത ആള് വന്നപ്പോ നബിയെ അങ്ങ് മുഖം ചൊളിച്ചോ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, ഈമാൻ ഉണ്ടായിരിക്കെ ആ ഈമാനിൽ പരിശുദ്ധി കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളായിരുന്നു അദ്ദേഹമെന്ന് അങ്ങറിഞ്ഞോ നബിയേ. അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ. ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ മുതലാളിമാരാണ്, ഞങ്ങൾക്ക് ആരുടെയും ഒരു സഹായവും ഒത്താശയും വേണ്ട എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഖുറൈശികൾ അവരങ്ങയെ കേൾക്കാൻ വന്നവരല്ല. അവർ ടൈം പാസിന് വന്നതാണ്. അങ്ങനെ അവരിപ്പോൾ അതിന് വന്നൊന്നല്ല. അവർ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റാക്കാൻ വന്നതാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണോ നബിയെ? അങ്ങയുടെ അരികത്തേക്ക് ഓടി വന്ന ഒരാൾ, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. അവരിൽ നിന്നങ്ങ് മുഖം തിരിക്കുകയാണോ? ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? തങ്ങൾ ആർക്ക് മുൻഗണന കൊടുക്കണം? ദിസ് ഈസ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റൈസിങ്. ഇവിടെ 0 ഈമാനുള്ള ഒരു കൂട്ടർ ഖുറൈശികൾ, പിന്നെ ഓൾറെഡി ഈമാനുള്ള മഹാൻ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിനു മഖ്തൂം തങ്ങൾ. അവർ ഈമാനുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാ. അവർ ഈമാൻ കൂട്ടാനാ വരുന്നത്. ഇവിടെ മൈനസിൽ കിടക്കുന്ന മനുഷ്യന്മാരായി ഇവര്. അപ്പൊ തങ്ങൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഇയാൾ എന്തായാലും സ്വർഗത്തിലാണ്. അദ്ദേഹം വരുന്നതോടുകൂടെ ഈ ഖുറൈശികൾ എണീറ്റ് പോകും. കാരണം അവരാദ്യമേ പറഞ്ഞ ഡിമാൻഡാണ്, ഞങ്ങളുടെ സദസ്സിൽ വേറെ ആരും പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഖുറൈശികൾക്ക് ഹിദായത്ത് കിട്ടാതെ വരൂലേ, അവർ നരകത്തിലേക്ക് പോകൂലേ. അതുകൊണ്ടാണ് തങ്ങൾ അവർക്ക് പരിഗണന കൊടുത്തത്, എന്നല്ലാതെ കണ്ണ് കാണാത്ത ആൾക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അള്ളാഹു ഉണർത്തി നബിയെ, ഹൃദയം അള്ളാഹുവിനറിയാം. അങ്ങേക്കൊരു പക്ഷേ അതറിഞ്ഞില്ലെന്ന് വരാം. കാരണം ഖുറൈശികൾ അവിടെ ഇരിക്കുന്നത് ഇസ്ലാമും ഈമാനും പഠിക്കാനല്ല, അവർ വെറുതെ ഒരു വാക്ക് പറഞ്ഞതാണ്. പക്ഷെ ഇദ്ദേഹം വരുന്നത് he wants to sincerely learn from you. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ പരിഗണിച്ചേ പറ്റൂ. ഈമാൻ ഉള്ളവർക്ക് കൂട്ടണം. നബി തങ്ങൾ പറഞ്ഞു, അതിന് സമയം ചെലവഴിക്കാൻ നബിയെ. അവർ പഠിക്കാൻ വരില്ലേ. എന്നാൽ ഒന്നും പഠിക്കണ്ട, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. അമ്മാ മൻ ഇസ്തഗ്നാ, ഇഷ്ടം പോലെ കാശുണ്ട് കയ്യിൽ, നീ എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്നവർ മൈൻഡ് ചെയ്യേണ്ട നബിയെ. വമാ അലൈക അല്ലാ യസ്സക്ക, ഇവരൊന്നും നന്നായില്ല എന്ന് വിചാരിച്ച് അങ്ങേക്ക് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? അവരങ്ങ് വിട്ടേക്കില്ല. അതാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വരവ് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനിടയാവണം. എവിടെയെങ്കിലും ഒരു വിടവെങ്ങാനുമുണ്ടെങ്കിൽ ആ വിടവിനെ നമ്മൾ നികത്തണം. ഇസ്ലാം ഈ ലോകത്ത് നമുക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലം മനുഷ്യബുദ്ധി എന്ന് നിലനിൽക്കുമോ ആ കാലഘട്ടത്തിൽ മുഴുക്കയും this is the most appealing, logical and rational way of life.
എന്തെങ്കിലും സംശയമുണ്ടോ അറിയുന്നവരോട് ചോദിച്ചു പഠിക്കുക. ഇസ്ലാമിൽ ഉത്തരമില്ലാത്തൊരു ചോദ്യമില്ല, ഇതിനൊക്കെ പരിഹാരമുണ്ട്. മറ്റു മതങ്ങൾക്ക് അങ്ങനെ ആയിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് യുക്തിവാദികളടക്കം ഇസ്ലാമിനെ ഇങ്ങനെ ചീത്ത പറയും. യുക്തിവാദികൾക്ക് എല്ലാം അത് ഒരുപോലെയല്ലേ. പക്ഷേ ഏതെങ്കിലും ഒരു ഹിന്ദുമത്തെ ചീത്ത പറയാൻ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും യുക്തിവാദി ക്രിസ്തുമത്തെ ചീത്ത പറയോ? തൊടൂല. ഹിന്ദുമത്തെ തൊടൂല. ജൈനമതം എന്തെന്നറിയോ? ഇസ്ലാമിനെ തൊട്ടാലേ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടുള്ളൂ. അപ്പം നമ്മളൊക്കെ ഇറങ്ങും, നമുക്ക് മറുപടിയുണ്ട്. മറ്റവർ ഏറെക്കുറെയൊക്കെ മിണ്ടാണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളുടെ മറുപടി വരുമ്പോഴേക്കും അവർക്ക് വൈറലാകും. അപ്പോൾ 4 സബ്സ്ക്രിപ്ഷൻ കിട്ടും, അപ്പോൾ കുറച്ച് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടും. അതിന് ഇസ്ലാമിനെ തൊട്ടിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഏതെങ്കിലും മതവിശ്വാസികളെ നമ്മൾ ആക്ഷേപിക്കാറുണ്ടോ? ഇല്ല. ഇസ്ലാമിനല്ലേ ആക്ഷേപിക്കാറുള്ളൂ ആളുകൾ. എന്തേ? മാങ്ങയുള്ള മൂച്ചിക്ക് എറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ കായ്ക്കാത്ത എറിഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇവിടെ മാങ്ങയുണ്ട്, അതൊരു വലിയ സത്യമാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്ത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരാമർശം അത്ഭുതമാണ്. ലയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ഇസ്ലാം വിൽ സൂപ്പർസീഡ് എവറി അതർ റിലീജിയൻ ഇൻ ദ വേൾഡ്. എല്ലാ മതങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വരും. അങ്ങനെയാണ്, ചർച്ചാ വിഷയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മതവിശ്വാസികളെ വെറുതെ കോർണർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തടക്കം മുസ്ലിം ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ചിന്ത പോലും ഉണരുകയാണ്. അല്ലാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്, നല്ലതാണ്. ആളുകൾ പഠിക്കട്ടെ, ആളുകൾ അറിയട്ടെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്തിന് നമ്മളിവിടെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ആരാണ് നമ്മളെ പടച്ചത്? അത് ഒരാളാണോ? അല്ല, അത് മൾട്ടിപ്പിൾ ഗോഡ്സ് ആണോ? അല്ലയോ? ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുപഠിച്ചു മോഷ്ടിച്ചിട്ടിട്ടാണ് ഇസ്ലാം പറയണത് എന്ന് വരെ ചില ആൾക്കാർ തട്ടിവിടാറുണ്ട്. അന്ന് ക്രിസ്ത്യാനികളുണ്ടല്ലോ, അപ്പോൾ ഏറെക്കുറെ പ്രവാചക ചരിത്രം നബി തങ്ങൾ അവരിന്ന് പഠിച്ചു, ക്രിസ്ത്യാനിസവും ജൂതായിസവും ഒക്കെ പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ പൊന്നു സഹോദരന്മാരെ, അന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ട്. അന്ന് ക്രിസ്ത്യാനികൾ, ജൂതന്മാർ ഉസൈർ എന്ന് പറയുന്ന മഹാൻ ആരാധിക്കുന്ന കാലമാണ്. അദ്ദേഹം 100 കൊല്ലം മരിച്ചു കിടന്ന് അള്ളാഹു ജീവിപ്പിച്ച മഹാനാണ്. അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു അന്ന് ജൂതന്മാർ. ഖുർആൻ എന്താ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലു, അല്ലാഹു മനുഷ്യനാണെന്നോ മനുഷ്യപുത്രനാണെന്നോ പറഞ്ഞ മുഴുവൻ ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവിശ്വാസത്തിലാണ്. ജുറൈജ് എന്നവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്.